നമ്മുടെ വെബ്സൈറ്റിൽ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. നമ്മുടെ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് അപ്രൂവലിന് കൊടുത്തതിന് ശേഷം ആക്റ്റീവ് ആക്കുന്നതിന് മുമ്പ് ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ആക്ടിവേഷൻ വാലറ്റിൽ എമൗണ്ട് മിസ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനായി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പാസ്വേഡ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അത് ആർക്കും ഷെയർ ചെയ്യാതിരിക്കുക. സ്വന്തമായി ചെയ്യാൻ അറിയില്ല എങ്കിൽ നമ്മൾ ഓഫീസുമായിട്ട് ബന്ധപ്പെടുക. പാസ്വേഡ് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ഈ വീഡിയോ വ്യക്തമായി കണ്ടതിന് ശേഷം നിങ്ങൾ സ്വയം തന്നെ പാസ്വേഡ് സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നമ്മുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് നമ്മുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം അവിടെ മൈ ഇൻകം എടുക്കുക. അതിൽ നിന്ന് ആക്ടിവേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ 4 ഡിജിറ്റൽ പാസ്വേഡ് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ മുകളിൽ ആരോ കാണുന്നിടത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു വോൾ വരും. അവിടെ സെറ്റ് പിൻ ആക്ടിവേഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇൻറ്റു അടിച്ച് ബാക്ക് പോവുക. അപ്പോൾ പ്രൊഫൈലിൽ കൊടുത്തേക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP അവിടെ എൻ്റർ ചെയ്തതിന് ശേഷം വെരിഫൈ ചെയ്യുക. മൊബൈൽ സെറ്റ് ചെയ്യുമ്പോൾ ഏത് മൊബൈൽ നമ്പറാണോ കൊടുക്കുന്നത് ആ നമ്പറിൽ മാത്രമേ OTP വരുള്ളൂ. അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ പാസ്വേഡ് സെറ്റ് ചെയ്യാനായിട്ട് വരും. അപ്പോൾ നമ്മുടെ സീക്രട്ട് പാസ്വേഡ് അവിടെ സെറ്റ് ചെയ്യുക. അതിനുശേഷം താഴെ കൺഫേം പാസ്വേഡ് അവിടെയും സെറ്റ് ചെയ്തതിന് ശേഷം സെറ്റ് പാസ്വേഡ് കൊടുക്കുക. ഈ പാസ്വേഡ് നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാതിരിക്കുക. പാസ്വേഡ് സെറ്റ് സക്സസ്ഫുള്ളി എന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാസ്വേഡ് അവിടെ സെറ്റായി. ഇനി ആക്ടിവേഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ പാസ്വേഡാണ് യൂസ് ചെയ്യേണ്ടത്. ഈ പാസ്വേഡ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാതിരിക്കുക. നിങ്ങളുടെ ആക്ടിവേഷൻ വാലറ്റിലെ എമൗണ്ട് മിസ്യൂസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു അപ്ഡേഷൻ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഷെയർ ചെയ്തതിന് ശേഷം വാലറ്റിലെ എമൗണ്ട് നഷ്ടപ്പെട്ടാൽ കമ്പനി അതിന് ഉത്തരവാദികളായിരിക്കില്ല.